അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കമ്മ്യൂണിക്കേഷൻ ഇൻ അറബിക് എന്ന വിഷയത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് തഹിയ്യാത്തുൻ ഫിൽ അറബിയ. അറബി ഭാഷയിലെ അഭിസംബോധന. നമ്മളെങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുമായിട്ട് എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ പഠിക്കുന്നത്. യസ്തതിഉ താലിബു ഖിലാല ദിറാസത്തി ഹദിൽ വഹദ. ഈ യൂണിറ്റ് പഠിക്കുന്നതിലൂടെ വിദ്യാർത്ഥിക്ക് സാധിക്കും അത്തഅറുഫു അലൽ മുഫ്രദാത്തി വ തഅബീറാത്തിൽ മുസ്തഖദിമ ഫി തഹിയ്യ. അഭിവാദ്യം ചെയ്യുന്നതിൽ ഉപയോഗിക്കപ്പെടുന്ന പ്രയോഗങ്ങളും വാക്കുകളും പരിചയപ്പെടാൻ സാധിക്കും. അൻ യുഹയ്യി അന്നാസ ഫി മുനാസിബാത്തിൻ മുഖ്തലിഫ. വിവിധ സാഹചര്യങ്ങളിൽ ജനങ്ങളുമായിട്ട് അഭിവാദ്യം ചെയ്യാൻ പരിചയപ്പെടും. ബദ്ഉൽ മുഹാദിസാത്തി മഅൽ ആഖിരീൻ. മറ്റുള്ളവരുമായിട്ടുള്ള സംഭാഷണം എങ്ങനെ ആരംഭിക്കാം എന്നുള്ളത് പരിചയപ്പെടാൻ സാധിക്കും. അത്തഅറഫു അല അഹമ്മിയത്തി തഹിയ്യ. അതുപോലെ അഭിവാദ്യത്തിൻ്റെ പ്രാധാന്യത്തെ പരിചയപ്പെടാനും സാധിക്കും. അൽ ഇൻസാനു ഹയവാനുൻ ഇജ്തിമാഇയുൻ. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണ്. വല യുംകിനു അൻ യഈശ വഹീദൻ. മനുഷ്യന് ഒറ്റക്ക് ജീവിക്കാൻ കഴിയുകയില്ല. ഇൻദമ യഈശു ഫിൽ മുജ്തമഇ. സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ലാസിമുൻ അൻ യതഹദ്ദസ മഅൽ ആഖിരീൻ. മറ്റുള്ളവരുമായിട്ട് സംസാരിക്കൽ അനിവാര്യമാണ്. ഫകൈഫ തബ്ദഉൽ മുഹാദിസതു ലഹും. എങ്ങനെ മറ്റുള്ളവരുമായിട്ട് സംഭാഷണം തുടങ്ങും. വമാദാ യഖൂലു ലി ജദ്ബി ഇഹ്തിമാമിഹിം അത്തഹിയ്യാത്ത് ജുസ്അൻ മിനൽ മുഹാദിസാത്തിൽ യൗമിയ്യ. നമ്മുടെ ദൈനംദിന സംഭാഷണങ്ങളുടെ ഭാഗമായ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഭിവാദ്യം, തഹിയ്യാത്ത്. അത് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ എങ്ങനെ നമുക്ക് പറയാൻ കഴിയും. ഫി ഹാദിഹിൽ വഹ്ദ തതഅറഫ് അല തഅബീറാത്തി വത്തറാക്കീബിൽ മുസ്തഖദിമ ഫി തഹിയ്യത്തി ബിൽ ലുഗത്തിൽ അറബിയ്യ. ഈ ഒരു യൂണിറ്റിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന, സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഇത്തരം സ്ട്രക്ചറുകൾ, പ്രകടനങ്ങൾ, ഇതൊക്കെ പരിചയപ്പെടുക എന്നുള്ളതാണ്. അത്തഹിയ്യത്തു അഹമ്മിയത്തുഹ. അഭിവാദ്യവും അതിൻ്റെ പ്രാധാന്യവും. അത്തഹിയ്യത്തു തഅനി ജുംല. തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ജുംലയാണ്. ഔ ഇബാറത്തുൻ, അല്ലെങ്കിൽ ഒരു പദപ്രയോഗമാണ്. യഖൂലുഹു അശ്ശഖ്സു ഇൻദമാ യുഖാബിലു ശഖ്സൻ ആഖർ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ, മീറ്റ് ചെയ്യുമ്പോഴാണ് അത് പറയുക. വഹിയ അമലിയത്തു ഇത്തിസാലിൻ. അതൊരു കോണ്ടാക്റ്റിംഗ് പ്രോസസ്സാണ്, മറ്റുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിംഗ് ആണ്. യഖൂം ബിഹൽ ബശറു യഖ്സുദു ബിഹ തഅബീറു അൻ വുജൂദിഹിം ലിബഅദിഹിം അൽ ബഅദ്. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ ചിലർ ഉണ്ട് എന്ന് മറ്റു ചിലരോട് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോഴാണ് ഇത്തരം കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിംഗ് ഉപയോഗിക്കുന്നത്. വജദ്ബിൽ ഇൻതിബാഹി ബൈനൽ അഫ്രാദ്. അതുപോലെ വ്യക്തികൾക്കിടയിൽ പരസ്പരം ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യം വരും. തസ്തഖ്ദിമു ലിൽ ഇശ്ആരി അനിൽ ഇഹ്തിറാമി വത്തഖ്ദീരി. അതുപോലെ തന്നെ തുസ്തഖദം, ഇത്തരം തഹിയ്യത്തുകൾ ഉപയോഗിക്കപ്പെടുന്നു. അത് മറ്റുള്ളവരോടുള്ള ബഹുമാനം അറിയിക്കാൻ, അവരുടെ ഒരു തഖ്ദീർ, അവരെ പരിഗണിക്കാൻ. തുസായിദു ഇബാറത്തു തഹിയ്യത്തി ലിദ്ഹാരിൽ ഇഹ്തിറാമി ലിൽ ആഖിരീൻ. മറ്റുള്ളവരോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കാൻ നമ്മൾ ഈ തഹിയ്യത്തിൻ്റെ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്, സഹായകമാകാറുണ്ട്. ബിനാഉ ഇൻതിബാഇൻ ഈജാബിയ്യൻ ഫി നുഫൂസിൽ ആഖിരീൻ. മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു രീതി, പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്ക് ഈ തഹിയ്യാത്ത് ആവശ്യമാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇതുവരെ അതിൻ്റെ ഔട്ട്ലൈനായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഡയറക്റ്റ് ഒരു ഹിവാറിലേക്ക്, തഹിയ്യാത്തിൻ്റെ ഹിവാറിലേക്ക് കിടക്കുകയാണ്. അൽ ഹിവാറുൽ അവ്വൽ കരീം, സാലിം, രണ്ടുപേരാണ് ഇവിടെ സംഭാഷണം നടത്തുന്നത്. കരീം അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ അറബി ഭാഷയിൽ പൊതുവെ നമ്മൾ അഭിവാദ്യം തുടങ്ങുന്ന സമയത്ത് പൊതുവായിട്ട് ഉപയോഗിക്കുന്നതാണ് അസ്സലാമു അലൈക്കും. ഏത് സമയത്തും ഉപയോഗിക്കാം. അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം. സാലിം വഅലൈക്കും അസ്സലാം. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേക രക്ഷ താങ്കളുടെ മേലുണ്ടായിരിക്കട്ടെ എന്നാണ്. കൈഫൽ ഹാൽ ബിഖൈർ അൽഹംദുലില്ലാ വഅൻത കൈഫൽ ഹാൽ. കരീമ ചോദിക്കുകയാണ്, കൈഫൽ ഹാൽ, സുഖമാണോ? നമ്മൾ മലയാളികൾ ചോദിക്കുമ്പോൾ സുഖമാണോ എന്നാണ് ചോദിക്കുക. അറബിയിൽ എന്താണ് അവസ്ഥ എന്നതിൻ്റെ ഡയറക്റ്റ് മീനിങ് വരിക. കൈഫൽ ഹാൽ ബിഖൈർ, നല്ലത് തന്നെയാണ്. അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാണ്. വഅൻത കൈഫൽ ഹാൽ,
എന്താണ് നിൻ്റെ വിശേഷം? ബിഖൈർ അൽഹംദുലില്ലാ. അപ്പോൾ ഇത് ഏത് സന്തോഷമുള്ള സമയത്തും ദുഃഖമുള്ള സമയത്തൊക്കെ ഈ അൽഹംദുലില്ലാ എന്ന് അറബികൾ പറയും. അത് ആ ഒരു അഭിവാദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസാരത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അൽ ഹിവാറു ഥാനി, രണ്ടാമത്തെ ഹിവാർ അസ്സലാമു അലൈക്കും. ഫരീദാണ്. കരീമിയും ഫരീദും തമ്മിലുള്ള സംഭാഷണമാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. കൈഫൽ ഹാൽ? ബിഖൈർ അൽഹംദുലില്ലാ. വഅൻത കൈഫൽ ഹാൽ? ബിഖൈർ അൽഹംദുലില്ലാ. മൂന്നാമത് ഹിവാറു സാലിസ് ഫാത്തിമ സാലിം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. കൈഫൽ ഹാൽ? എന്താണ്, സുഖമാണോ? ബിഖൈർ അൽഹംദുലില്ലാ. വഅൻതി കൈഫൽ ഹാൽ? ഒരു സ്ത്രീയോട് ആകുമ്പോൾ അൻറ്റി എന്ന് ഉപയോഗിക്കും. ഇവിടെ ലാസ്റ്റ് ഫരീദ് ഫാത്തിമ എന്നാണ് അവിടെ വേണ്ടത് കേട്ടോ. അവസാനം ബിഖൈർ അൽഹംദുലില്ലാ. ഫരീദിന് പകരം ഫാത്തിമ എന്നാണ് അവിടെ വേണ്ടത്, മാറിപ്പോയതാണ്. നാലാമത്തെ ഹിവാർ ലൈല ഫാത്തിമ, രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള സംഭാഷണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. കൈഫൽ ഹാൽ? ബിഖൈർ അൽഹംദുലില്ലാ. വഅൻതി കൈഫൽ ഹാൽ? ബിഖൈർ അൽഹംദുലില്ലാ. അപ്പോൾ ഇതിൽ ഈ 4 ഹിവാറിലും നമ്മൾ കോമൺ ആയിട്ടുള്ള വാക്കുകൾ തന്നെയാണ്, ആവർത്തനം തന്നെയാണ്. അപ്പോൾ അതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീയോടാകുമ്പോൾ അൻതി എന്ന് ഉപയോഗിക്കും. ഇനി ആണിനോടും പെണ്ണിനോടും ഒക്കെ അസ്സലാമു അലൈക്കും തന്നെയാണ് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതങ്ങനെ ഒരു ഉപയോഗത്തിലുള്ള ഒരു ഉപയോഗമായതുകൊണ്ട് അതിൽ ദമീറിൽ വ്യത്യാസമൊന്നും വരില്ല. ആണിനോട് അസ്സലാമു അലൈക്ക, പെണ്ണിനോട് അസ്സലാമു അലൈക്കി എന്ന് പറയാറില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നജിദു അന്ന ഉസ്ലുബ തഹിയ്യത്തി അബിൽ ഇബാറത്തിൽ മുസ്തഖ്ദിമ ഫിൽ ഇബാറാത്തി അല, മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട പദപ്രയോഗവും അഭിവാദ്യ ശൈലിയും നമുക്ക് കാണാൻ പറ്റും. ഹിയ അസ്സലാമു അലൈക്കും എന്നാണ്. വറദ്ദു അലൈഹ, അതിനുള്ള മറുപടി വഅലൈക്കും അസ്സലാം എന്നുമാണ്. വൽ ഇബാറാത്തുൽ ഉഖ്റ മുസ്തഖ്ദിമ ഫി തഹിയ്യത്തിൽ യൗമിയ്യ ഹിയ, അതുപോലെ ഇന്ന് നമ്മൾ ഉപയോഗിച്ച അല്ലെങ്കിൽ ഇന്ന് അഭിവാദ്യങ്ങളിൽ, ദൈനംദിന അഭിവാദ്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന മറ്റ് പദപ്രയോഗങ്ങളാണ് മർഹബൻ. മർഹബൻ എന്ന് പറയാറുണ്ട്, സ്വാഗതം. അഹ്ലൻ വസഹ്ലൻ എന്ന് പറയാറുണ്ട്. സബാഉൽ ഖൈർ, സബാഉൽ ഖൈർ ഗുഡ് മോർണിംഗ്, അതിന് പകരം സബാഹുൻ നൂർ എന്ന് പറയും. മസാഉൽ ഖൈർ ഗുഡ് ഈവനിങ്, മസാഉൻ നൂർ എന്നതിന് പകരം പറയും. വറദ്ദു അലൈഹ സബാഹുൻ നൂർ മസാഉൻ നൂർ. സബാഉൽ ഖൈർ ആണെങ്കിൽ സബാഉൽ ഖൈർ എന്ന് പറഞ്ഞ ആളോട് സബാഹുൻ നൂർ എന്ന് പറയാം. മസാഉൽ ഖൈർ പറഞ്ഞ ആളോട് മസാഉൻ നൂർ എന്ന് പറയാം. മസലൻ അഹ്മദ് സബാഉൽ ഖൈർ, ഇപ്പോൾ കരീം സബാഹുൻ നൂർ. ഇനി ഹനാൻ മസാഉൽ ഖൈർ, ഹംദാൻ മസാഉൻ നൂർ. ആ രീതിയിലും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ബേസിക്കായിട്ടുള്ള അഭിവാദ്യങ്ങളിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ലിമാദ തുസ്തഅമലു അത്തഹിയ്യ, എന്തിനാണ് തഹിയ്യത്ത് ഉപയോഗിക്കപ്പെടുന്നത്? പരീക്ഷയ്ക്ക് ചോദ്യം വരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടെക്സ്റ്റും അതുപോലെ തന്നെ ഹിവാറും മുഴുവനും പഠിക്കേണ്ടത് തന്നെയാണ്. ലിൽ ഇഹ്തിറാമി വത്തഖ്ദീർ, ബഹുമാനിക്കാനും മറ്റുള്ളവരെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ്. മാഹിയ അമലിയത്തു ഇത്തിസാൽ യഖൂമു ബിഹൽ ബശറു യഖ്സുദു ബിഹാ തഅബീറു അൻ വജൂദിഹിം ലിബഅദിഹിം. അപ്പോൾ മനുഷ്യർ പരസ്പരം മറ്റുള്ളവരുമായിട്ട് പരിചയപ്പെടാൻ, മനുഷ്യർ അവരുടെ സാന്നിധ്യം അവരിൽ ചിലരെ അറിയിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് അതിനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രക്രിയയായിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്നത് എന്താണ്? അതാണ് തഹിയ്യത്ത്, അഭിവാദ്യം എന്നുള്ളത്, ഗ്രീറ്റിംഗ്സ്. മാഹിയ അഹമിയത്തു തഹിയ്യ, എന്താണ് ഈ അഭിവാദ്യത്തിൻ്റെ പ്രാധാന്യം? ഫുർസത്തുൽ ഇൽഹാരിൽ ഇഹ്തിറാം, ബഹുമാനം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. വബിനാഉ ഇൻതിബാഇൻ ഇജാബിൻ ലിൽ ആഖിരീൻ, മറ്റുള്ളവരിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. കൈഫ യുറദ്ദു അല തഹിയ്യത്തി അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്നുള്ള അഭിവാദ്യത്തിന് എങ്ങനെയാണ് മറുപടി കൊടുക്കപ്പെടേണ്ടത്? വഅലൈക്കും അസ്സലാം, വേണമെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്നും ഒരു സമ്പൂർണ്ണമായ രൂപത്തിൽ പറയാൻ പറ്റും. കൈഫ യുജാബു അല കൈഫൽ ഹാൽ, കൈഫൽ ഹാലിന് എങ്ങനെയാണ് മറുപടി കൊടുക്കുക? ബിഖൈർ അൽഹംദുലില്ലാ. വേണമെങ്കിൽ സയ്യൻ അൽഹംദുലില്ലാ എന്ന് പറയാം, ത്വയ്യിബ് അൽഹംദുലില്ലാ എന്ന് പറയാം. അതൊക്കെ പല രാജ്യങ്ങളിലും പല പ്രദേശങ്ങളിലും വ്യത്യാസമുണ്ട്. ഏതായാലും പൊതുവായിട്ടുള്ളതാണ് ബിഖൈർ അൽഹംദുലില്ലാ.
മാഹിയൽ ഇബാറാത്തുൽ ഉഖ്റ അൽ മുസ്തഖ്ദിമ ഫി തഹിയ്യ, തഹിയ്യത്തിൽ ഉപയോഗിക്കുന്ന മറ്റ് പദപ്രയോഗങ്ങൾ ഏതൊക്കെയാണ്? സബാഉൽ ഖൈർ, സബാഉ, അതുപോലെ മസാഉൽ ഖൈർ. ഇനി അസൈൻമെൻറ്റ്, അക്മിൽ അൽ ഹിബാറത്താലി, താഴെയുള്ള ഈ സംഭാഷണം പൂർത്തിയാക്കുക. മുഹമ്മദ് അസ്സലാമു അലൈക്കും, സെയ്ദ് ഡാഷ്, മുഹമ്മദ് കൈഫൽ ഹാൽ, സെയ്ദ് ഡാഷ് വഅൻത കൈഫൽ ഹാൽ, മുഹമ്മദ് ഡാഷ്. സൽമ ഡാഷ് വഅലൈക്കും അസ്സലാം സൈനബ്, സൽമ ഡാഷ് സൈനബ് ബിഖൈർ അൽഹംദുലില്ലാ. രണ്ടാമത്തത് അഇദ്ദ ഹിവാറൻ ബൈനക വബൈന സദീഖിക, നിൻ്റെയും നിൻ്റെ കൂട്ടുകാരൻ്റെയും ഇടയിൽ ഒരു സംഭാഷണം തയ്യാറാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ എക്സാമിൽ വരുന്നതാണ്. ഒന്നാമത്തതിൻ്റെ ഉത്തരം മുഹമ്മദ് അസ്സലാമു അലൈക്കും, സെയ്ദ് വഅലൈക്കും അസ്സലാം. മുഹമ്മദ് കൈഫൽ ഹാൽ, എന്താണ് സുഖമാണോ? സെയ്ദ് ബിഖൈർ അൽഹംദുലില്ലാ. വഅൻത കൈഫൽ ഹാൽ, സുഖം തന്നെയാണ്, സർവസ്തുതിയും അല്ലാഹിനാണ്, എന്താണ് നിൻ്റെ വിശേഷം? മുഹമ്മദ് ബിഖൈർ അൽഹംദുലില്ലാ. സൽമ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, കൈഫൽ ഹാൽ? സൈനബ് ബിഖൈർ അൽഹംദുലില്ലാ. വഅൻതി കൈഫ ഹാലക്? ബിഖൈർ അൽഹംദുലില്ലാ. ഇനി രണ്ടാമത്തെ ചോദ്യം, സദീഖ് നിൻ്റെയും നിൻ്റെ കൂട്ടുകാരൻ്റെയും തമ്മിലുള്ള ഇടയിലുള്ള ഒരു സംഭാഷണം തയ്യാറാക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് അന അസ്സലാമു അലൈക്കും, സദീഖി വഅലൈക്കും അസ്സലാം. അന കൈഫ ഹാലുക്കൽ യൗം, എന്താണ് നിൻ്റെ വിശേഷം? അങ്ങനെയും ചോദിക്കാം, കൈഫൽ ഹാൽ എന്ന് ചോദിക്കാം. സദീഖി ബിഖൈർ അൽഹംദുലില്ലാ. വഅൻത കൈഫ ഹാലക്, നിൻ്റെ വിശേഷം എന്തൊക്കെയാണ്? അന ബിഖൈർ ശുക്രൻ ലക്, ശുക്രൻ ലക് എന്ന് പറഞ്ഞാൽ താങ്ക് യു. സദീഖി ഇല ഐന അൻത ദാഹിബുൻ, നീ എങ്ങോട്ടേക്ക് പോകുന്നു? അല്ലെങ്കിൽ ഇല ഐന തദ്ഹബ് എന്നും ചോദിക്കാം. അന ദാഹിബുൻ ഇലൽ ഹദീക, ഞാൻ ഗാർഡനിലേക്ക് പോവുകയാണ്. സദീഖി അൽ അസ്തതി അൻ ഉറാഫിഖക്, ഞാൻ നിൻ്റെ കൂടെ വരട്ടെ? മേ ഐ അക്കംപനി വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ കൂടട്ടെ? അന നഅം ബികുല്ലി സുറൂർ ഹയ്യൻ ബിന, ഒരു വളരെ സന്തോഷം, നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.